നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, ദേവി! അയ്യോ എന്റെ ഭഗവാനെ, എന്താ പറ്റിയത്? ഭഗവാനെ! അയ്യോ എന്റെ ദൈവമേ, എന്താ എന്തു പറ്റി? എന്താ ഒന്നും മിണ്ടാത്തത്? പേക്കിനാവ് കണ്ടതായിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സന്ധ്യ നേരത്തെ ഇങ്ങനെ കിടന്ന് ഉറങ്ങരുതെന്ന്. പേക്കിനാവല്ലേ, ഒരു സ്വപ്ന ദർശനമാ കണ്ടത്. സ്വപ്ന ദർശനോ? അതെ, ചെമ്പകമംഗലത്ത് ഇന്ന് രാത്രി ഒരു മരണമുണ്ടാകുമെന്ന് എനിക്ക് സ്വപ്ന ദർശനമുണ്ടായാൽ അത് ഉറപ്പായും നടക്കുമെന്ന് ശ്രീദേവിക്ക് അറിയാമല്ലോ. അറിയാം. ഇപ്പൊ എന്താ ഇങ്ങനൊരു തോന്നൽ തോന്നാൻ? ആ തോന്നലിന് ഒരു കാരണമുണ്ട് ശ്രീദേവി. ശാപം കിട്ടി അലയുന്ന ഒരു കരിനാഗമുണ്ട് ചെമ്പകമംഗലത്തെ നിലവറയിൽ. ചെറിയ ശാപമൊന്നുമല്ല ആ നാഗത്തിന് കിട്ടിയിരിക്കുന്നത്. സാക്ഷാൽ ഭഗവാന്റെ ശാപമാണ്. പക്ഷേ ആ കരിനാഗം യുഗാന്തരങ്ങളിലൂടെ ഏതു വേഷവും പ്രാപിക്കാൻ കഴിവുള്ള ഉഗ്രമൂർത്തിയായി മാറിക്കഴിഞ്ഞു. പരകായ പ്രവേശത്തിനുള്ള സാധ്യതയാ കൂടുതൽ തെളിയുന്നത്. കാര്യങ്ങൾ വിവരണാതീതമാണ്. ഇന്ന് ഈ മകരജ്യോതി ദിവസം നിലവറയിൽ വിളക്ക് കൊളുത്താൻ ചെല്ലുന്ന ആളെ പ്രതികാരദാഗത്തോടെ നോക്കി നിൽക്കുകയാണ് ആ കരിനാഗം. അത് തടയാനായിട്ട് അങ്ങേക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ? ഞാൻ അശക്തനാണ്. ഞാൻ വെറും ദുർബലൻ. ഭഗവാൻ നേരിട്ടിടപെട്ടാലേ രക്ഷയുള്ളൂ. വിളക്ക് വയ്ക്കാൻ പോകുന്നത് ആരെന്നറിയില്ല. ആരായാലും ഒരു ദുർവിധി അവരെ കാത്തിരിക്കുകയാണ്. ഞാൻ തന്നെ വിളക്ക് വയ്ക്കും. എന്താ അതില് പ്രശ്നം? കാർത്തിയുടെ ഭാര്യ പദവി ഞാൻ ഒഴിയാത്തിടത്തോളം കാലം ഞാനും ചെമ്പകമംഗലത്തെ മരുമകള് തന്നെയാ. ഏറ്റവും ചെറിയ മരുമകള്. കാർത്തിയാര കല്യാണ വീരനോ? അവന് 2 ഭാര്യമാര്. ഇവളങ്ങ് വെട്ടി വെട്ടി കേറുവാണല്ലോ. ഈശ്വര, ഇന്നിവിടെ അടി നടക്കോ? മീനാക്ഷി വിളക്ക് വെക്കാൻ പോവുമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് എതിർക്കില്ലായിരുന്നു. ഇതിനിപ്പോ അവകാശം ഞാൻ തന്നെയാ. ഞാൻ തന്നെ വിളക്ക് വെക്കും. ഈ തറവാട്ടിലെ വിളക്കുകളെല്ലാം കെടുത്തി ഇവിടെ എല്ലാം ഇരുട്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. നീ ഈ വീടിന്റെ ഐശ്വര്യവും വിശുദ്ധിയും നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അവളിൽ നിന്ന് അഹങ്കാരത്തോടെ പറയുന്നു നിലവറയില് വിളക്ക് കൊളുത്തണമെന്ന്. എന്തായാലും ഈ മകരവിളക്കിന് ഇവള് നിലവറയില് ദീപം തെളിയിക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.